ബഹുമാനായ MLA, ഈ പമ്പ് വളരെ മനോഹരമാണെങ്കിലും ബഹുമാനായ MLA ഇവിടുത്തെ ബസ് സ്റ്റേഷനെ കുറിച്ച് പറയുന്നുണ്ടായി. പക്ഷേ കേരളത്തിലെ ഏറ്റവും മനോഹരമായി രൂപകൽപ്പന ചെയ്ത ഒരു ബസ് സ്റ്റേഷനായിരിക്കും പെരുമ്പാവൂർ ബസ് സ്റ്റേഷൻ. ഈ ഒരു ബസ് സ്റ്റേഷൻ നന്നാക്കാൻ KSRTC കയ്യിൽ അത്രയ്ക്കധികം പണമില്ല. പക്ഷെ ഇപ്പോൾ ബ്രാൻഡിങ് എന്നൊരു സംവിധാനം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേരളത്തിലെ ഒരു പ്രവാസി വ്യവസായി നടത്തുന്ന ഏറ്റവും വലിയൊരു സ്ഥാപനം KSRTCയുടെ 12 സ്റ്റേഷനുകൾ ബ്രാൻഡ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയിലാണ്. ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ മുഴുവൻ ടൈൽസ് ഒട്ടിച്ച് ഭിത്തിയിൽ ഗ്രാനൈറ്റ് എല്ലാം ഒട്ടിച്ച്, അതായത് ഭിത്തിയിൽ പോസ്റ്റർ ഒട്ടിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ബസ് സ്റ്റേഷനുകൾ മലിനമാക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇപ്പം തറയിൽ ടൈൽസ് ഇട്ട് വോളിൽ ഗ്രാനൈറ്റ് ഒരു 8 അടി പൊക്കത്തിൽ ഗ്രാനൈറ്റ് 8-9 അടി പൊക്കത്തിൽ ഗ്രാനൈറ്റ് ഒട്ടിച്ച് വൃത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം ഈ ബസ് സ്റ്റേഷൻ്റെ കളറും കാര്യങ്ങളും ഈ ബ്രാൻഡ് ചെയ്യുന്ന കമ്പനിയുടെ ഉൽപ്പന്നത്തിൻ്റെ കളറുമായി ബന്ധപ്പെട്ടായിരിക്കും. അവർ കളറടിക്കാം, അവർ തന്നെ പെയിൻറ്റ് അടിക്കും, അവർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. KSRTCക്ക് പണം കിട്ടുക എന്നുള്ളതല്ല. ഈ സൗകര്യം ആധുനികവൽക്കരിക്കപ്പെട്ട് 3 വർഷത്തേക്കാണ് ബ്രാൻഡ് ചെയ്യാൻ കൊടുക്കുന്നതെങ്കിൽ ഈ 3 വർഷവും ഇത് തുടയ്ക്കുന്നതും തൂക്കുന്നതും വൃത്തിയാക്കുന്നതും അവർ നിയമിക്കുന്ന തൊഴിലാളികളായിരിക്കും. ഹൗസ് കീപ്പിംഗ് അവർക്ക് കൊടുക്കുകയാണ്. അതേസമയം ടോയ്ലറ്റുകളെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. KSRTC ജീവനക്കാർ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ഓഫീസിനകത്തുള്ളതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കും. നമ്മുടെ CLR തൊഴിലാളികൾ ചെയ്യും. മറ്റ് പൊതുജനങ്ങൾ വന്നു ചേരുന്ന സ്ഥലം വൃത്തിയായി സൂക്ഷിക്കാൻ ബ്രാൻഡ് ചെയ്യുന്ന കമ്പനിയെ ചുമതലപ്പെടുത്താൻ പോകും. പണം ചിലവാക്കാൻ KSRTC ഇല്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഇനിയും ഈ ബസ് സ്റ്റേഷനുകളെ ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇത് ഓരോന്നായി നിലംപതിക്കും. പലതും ചോർന്നൊലിച്ച് നിലംപതിക്കുന്ന സ്ഥിതിയിലാണ്. ആലുവ MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് വളരെ മനോഹരമായൊരു ബസ് സ്റ്റേഷൻ പണിതു. അതിൽ നല്ല സൗകര്യത്തോടുള്ള ടോയ്ലറ്റുകൾ നിർമ്മിച്ചു. പക്ഷെ അതിനെ നശീകരിക്കുന്നതിന് മുമ്പ് തന്നെ അത് സുലഭ് എന്ന് പറയുന്ന ഒരു ഏജൻസി, കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമുള്ള ഒരു NGO ആണ്. വടക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഇന്ത്യയിൽ ഏതാണ്ട് 32 ലക്ഷം ടോയ്ലറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അവരെയാണ് നമ്മൾ പലതും ആലുവ ഏൽപ്പിച്ചു. കരുനാഗപ്പള്ളി പുതിയ ബസ് സ്റ്റേഷനാണ്. മുൻ MLAയും ഇപ്പോഴത്തെ MLAയും ഫണ്ട് നൽകി നിർമ്മിച്ച ബസ് സ്റ്റേഷൻ ഈ അടുത്ത കാലത്താണ് അവിടെ അവരെ ഏൽപ്പിച്ചു. അതുകൂടാതെ അവിടെ ജീവനക്കാരുടെ കാര്യം അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ബസ് സ്റ്റേഷൻ്റെ ടോയ്ലറ്റ് അവരെ ഏൽപ്പിച്ചു. പിന്നെ സുൽത്താൻ ബത്തേരി അല്ലേ, ബത്തേരി നമ്മൾ അവരെ സുലഭിനെ ഏൽപ്പിച്ചു. കൊട്ടാരക്കര ഏൽപ്പിച്ചു. ഇപ്പോൾ കൊട്ടാരക്കര 2 ദിവസത്തിനുള്ളിൽ ആദ്യം മൊത്തം സ്റ്റേഷൻ അതിൻ്റെ ടോയ്ലറ്റ് മുഴുവൻ തട്ടിപ്പൊട്ടിച്ച് കളഞ്ഞിട്ട് ഒന്നേന്ന് പറഞ്ഞ് ഫ്രഷായിട്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാം മാറ്റി കംപ്ലീറ്റ് പ്ലംബിങ്ങും ടൈൽസും എല്ലാം മാറ്റി ആധുനികവൽക്കരിച്ചു. ഈ സ്ഥാപനത്തിന് കൊടുക്കുമ്പോൾ 10 വർഷത്തേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ പലരും പറയും KSRTCക്ക് ഒരു തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആൾ അല്ലെങ്കിൽ ടെൻഡർ എടുത്തു, അയാൾ 5 ലക്ഷം രൂപ തരും. പക്ഷേ ഈ സൊസൈറ്റി അവർ അത്രയും തരില്ല. ചിലപ്പോൾ 2 രൂപയായിരിക്കും തരുന്നത്, 2 ലക്ഷം രൂപയെ തരത്തുള്ളൂ. പക്ഷേ 10 വർഷത്തേക്ക് അവൾക്ക് കൊടുത്താൽ ഈ ടോയ്ലറ്റിന് ആവശ്യമായ STP അടക്കമുള്ള സ്ഥാപനങ്ങൾ, സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അടക്കമുള്ള സ്ഥാപനങ്ങൾ അവർ കൊണ്ടുവന്ന് സ്ഥാപിക്കും. ഇതൊരു സ്വകാര്യ സ്ഥാപനമല്ല, ഇതൊരു സൊസൈറ്റിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ള ഒരു NGO ആണ്. അവർ എല്ലാ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം അവരാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് മാറുകയാണ്.